പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ പുതിയ ദിവസവും ദൈവത്തിന്റെ ദാനമാണ്. ഈ പുതിയ ദിവസം ദൈവത്തോട് ചേർന്ന് നടപ്പാൻ, ദൈവവുമായിട്ടുള്ള സ്വസ്ഥതയും സമാധാനവും സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാനൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും വലിയ വാഗ്ദത്തമാണ് കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഇതിനോട് കൂടെയുണ്ട്. നമ്മളുടെ ജീവിതത്തിന്റെ പലവിധമായിട്ടുള്ള അവസ്ഥകളിൽ, ഒറ്റപ്പെടലുകളിൽ, നിരാശകളിൽ, ഇല്ലായ്മകളിൽ ഒക്കെ ഈ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത, വാക്കുമാറാത്ത. മനുഷ്യരൊക്കെ വാക്കുമാറും, എന്നാൽ ദൈവം ഒരിക്കലും വാക്കുമാറത്തില്ല. കാരണം ദൈവ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തുവിൽ ഉവ്വ് എന്നും ആമേൻ എന്നുമാണ്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ആ കർത്താവിനോട് ചേർന്ന് ഈ ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 53 അധ്യായം 1 വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നത്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ഈ നാളുകളിൽ മൂഢന്മാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല, ദൈവമില്ല എന്ന് വിശ്വസിക്കാനാണ് ആളുകൾക്ക് ഏറെ താല്പര്യം. കാരണം തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളിൽ, മ്ലേച്ഛമായ വഴികളിൽ, പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളിൽ രസിക്കുവാനായിട്ട് മനുഷ്യൻ വെമ്പൽ കൊള്ളുന്നു. കാരണം സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നത് കൊണ്ട് പാപത്തിലേക്കാണ് ഈ ലോകം മനുഷ്യരെ വശീകരിക്കുന്നത്. എന്നാൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളിൽ രസിക്കാൻ പറ്റത്തില്ല, പാപ വഴികളിൽ നടക്കാൻ പറ്റത്തില്ല. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അവന് മഹത്വം കൊടുക്കണം. കാരണം അവൻ്റെ ന്യായവിധിയുടെ നാഴിക അടുത്തിരിക്കുകയാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കാൻ ഓരോരുത്തൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ നിൽക്കണം എന്നുള്ള വചനം വിശ്വസിക്കുവാനായിട്ട് മൂഢൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, മൂഢന്മാരെ പോലെ ജീവിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രിയമക്കളായി കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെയാകുന്നു. നാം ഇന്നതായി തീരുമെന്ന് ഇപ്പോൾ പ്രത്യക്ഷമായിട്ടില്ല, എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ മൂഢന്മാരെ പോലെയല്ല നാം ജീവിക്കേണ്ടത്, മറിച്ച് വെളിച്ചത്തിൽ നടക്കുന്ന, സ്നേഹത്തിൽ നടക്കുന്ന, സത്യത്തിൽ നടക്കുന്ന, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രിയമക്കളായിട്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. കാരണം ഈ ലോകം, അതിൻ്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകും. ഇത് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുവാനോ മൂഢൻ ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. തുറന്നു പറയാണ്, അവർ വഷളന്മാരായി മ്ലേച്ഛമായി നീതികേട് പ്രവർത്തിക്കുന്നു. കണ്ടോ? അപ്പോൾ ദൈവമില്ലെന്ന് ഹൃദയത്തിൽ ഒരു മൂഢൻ പറയുന്നതിന്റെ കാരണം എന്താ? അവൻ മ്ലേച്ഛത പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിച്ചു. മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ, പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളിൽ രസിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, നീതിക്കൊത്തവണ്ണം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. ദൈവ നീതിക്കൊത്തവണ്ണം ഒരു വ്യക്തി ജീവിക്കണമെന്ന് ദൈവം വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പറയണം, കേട്ടോ, നീതികേട് പ്രവർത്തിക്കുന്നു. കാരണം എന്നെ ആരും കാണത്തില്ല, എന്ത് ചെയ്താലും ആരും ചോദിക്കത്തില്ല എന്നുള്ളൊരു ജീവിതം ജീവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം മൂഢന്മാരായി ജീവിക്കാനല്ല വിളിച്ചിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സകല ചരാചരത്തിൽ ഉടയവരും സകലത്തിൻ്റെ സൃഷ്ടാവുമായ ദൈവം തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെ നിയന്ത്രിക്കുന്ന, പരിപാലിക്കുന്ന ദൈവം, അതിശയം ഭയങ്കരമായിട്ട് ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ആ ദൈവത്തിൻ്റെ ജീവശ്വാസമാണ് എന്നിലുള്ളത്. ആ ദൈവത്തിൻ്റെ ഹിതമാണ് ഞാൻ തൻ്റെ പുത്രനായ യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത്. അതെന്തിനു വേണ്ടിയാണ്? നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ തേജസ്സുള്ള ശരീരത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിൽ, ദൈവിക ജ്ഞാനത്തിലാണ് നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്. തുറന്നു പറയാം, നന്മ ചെയ്യുന്നവൻ ആരുമില്ല. റോമലേഖനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത്, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. എന്നാൽ ആ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായ മാനവരാശിയെ ദൈവത്തിൻ്റെ തേജസ്സിനെ വീണ്ടും നൽകുവാനായിട്ട്, പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തെ താൻ തന്നെ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വചനം ഇങ്ങനെ പറയുന്നത്, മോശ സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് യേശുവിനെ പിതാവായ ദൈവം ഉയർത്തിയിരിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകത്തില്ല. അപ്പോൾ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, പാപക്കറകളെ കഴുകിക്കളയുവാൻ, ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നയിച്ചേക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്.
ഓരോ ദിവസവും ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. ഒരു ദിവസം, 2 ദിവസവും, 3 ദിവസവും അല്ല. കർത്താവിൻ്റെ വരവോളം ജീവിക്കാനായിട്ടാണ് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. തുടർന്ന് പറയാ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. നോക്കൂ, ഇത് സകലത്തെ സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിൽ നോക്കുകയാണ്. ഒരു വ്യക്തികളുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിൻ്റെ വഴികൾ നടക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ ഒരു മൂഢനെ പോലെയാണ് ജീവിച്ചതെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ, ഒരു കാലത്ത് മൂഢനെ പോലെ ജീവിച്ചൊരു വ്യക്തിയാണ് നാം എല്ലാവരും. എന്നാൽ ആ കർത്താവിൻ്റെ വെളിച്ചം, കർത്താവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ആ കാൽവരി ക്രൂശിലെ യാഗത്തിൻ്റെ ആ സത്യം, ദൈവജനങ്ങളുടെ സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുക. അത് അറിയുവാനായിട്ട് ദൈവം ഭാഗ്യം നൽകിയെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോഴും മൂഢനെ പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഒരു നിമിഷം കർത്താവിനോട് പറയും, കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ നയിക്കപ്പെടുക ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ വെളിച്ചത്തിലും സത്യത്തിലും ജീവനിലും വിശുദ്ധിയിലും ജീവിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ വഴികളിൽ എന്നെ നടത്തണമേ എന്നൊരു വ്യക്തി ഹൃദയത്തിൽ പറഞ്ഞാൽ, എന്നോട് പറയും, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവസ്വർഗത്തിൽ നോക്കുകയാണ്. ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുന്നു, അന്തരേന്ദ്രിയങ്ങളെ ചോദന ചെയ്യുന്നു, ഉൾപ്പൂകളെ ചോദന ചെയ്യുന്നു. ആ ദൈവത്തെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഹൃദയങ്ങളെ അറിയുന്ന ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. തുറന്നു പറയാം, ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കും. സങ്കീർത്തനത്തിൽ 12:1 ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. മനുഷ്യപുത്രൻ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ചെറിയൊരു ശേഷിപ്പിലേക്ക് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതേ ദൈവം ആഗ്രഹിക്കുന്ന അതേ വിശ്വസ്തതയിൽ, പുത്രൻ കാണിച്ചു തന്ന വിശ്വസ്തതയിൽ, പിതാവിനെ പ്രസാദിപ്പിച്ച അതേ വഴികളിൽ നാം നടക്കണം ദൈവം ആഗ്രഹിക്കുന്നു. ഗൃഹവിചാരകന്മാരിൽ അവൻ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. പ്രാർത്ഥിക്കുക. സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, അവരുടെ സ്നേഹത്തിന്റെ വീതി നീളവും വാഴ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാം. മൂഢനെ പോലെ ജീവിച്ചിരുന്ന ഞങ്ങളെ, കർത്താവെ, ജീവനുള്ള ദൈവത്തെ അറിയുവാൻ തക്കോണം ഞങ്ങൾ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്ന് സത്യത്തിൻ്റെ പാതയിൽ വഴി നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകി ദൈവകൃപ പകർന്ന് വഴി നടത്തുന്ന സ്നേഹത്തിനായി നന്ദി പറയുന്ന കർത്താവെ, അതേ പാതയിലേക്ക് എല്ലാവരും നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നല്ലോ. അങ്ങയുടെ കൃപ എല്ലാവരുടെ മേലും പകരണം. ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണം. സമാധാനത്തിലും സ്വസ്ഥതയിലും എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.